ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷും അതുപോലെ തന്നെ ഗോവിന്ദും കൂടെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ, രഞ്ജു ആരാണെന്നുള്ള സത്യം നീ ഗീതുവിനോട് തുറന്നു പറയുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ തമ്മിലുള്ള ആ ഒരു ഈഗോ പ്രശ്നങ്ങൾ അവസാനിക്കുള്ളൂ. അപ്പം ഗോവിന്ദ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാവുമ്പോൾ എനിക്ക് ജന്മം തന്ന സ്ത്രീ ആരാണെന്ന് കൂടി ഞാൻ പറയേണ്ടി വരില്ലേ? തീർച്ചയായും വേണം, എങ്കിലേ നീയും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഗീതുവിന് മനസ്സിലാവൂ. അപ്പോൾ ഗോവിന്ദ് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയുന്നുണ്ട്, ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെന്തിനാ ഒരു ദിവസം കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് പോവാൻ നിൽക്കുന്ന ഗീതുവിനോട് ഇതൊക്കെ പറയുന്നത്? അങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ അറിയണ്ട. അപ്പം മഹേഷ് കുറച്ചു നേരം ആലോചിച്ച ശേഷം പറയുന്നുണ്ട്, ഗീതുവുമായിട്ടുള്ളത് ഒരു കരാർ മാരേജ് മാത്രമാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എത്രയും പെട്ടെന്ന് ആ കരാർ അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ പോരെ? നീ പെട്ടിരിക്കുന്ന ഈ ഊരാക്കുടുക്കിൽ നിന്ന് അവളെങ്കിലും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? അപ്പോൾ ഗോവിന്ദ് മനസ്സിലാലോചിക്കുകയാണ് ഗീതുവുമായിട്ട് സംസാരിച്ചൊരു ഭാഗം. ഇനി മേലാൽ കോൺട്രാക്റ്റ് മാരേജ് എന്ന് മിണ്ടിപ്പോവരുത്. അറക്കൽ ഗോവിന്ദ് മാധവിൻ്റെ ഒപ്പിനേക്കാൾ വിലയുണ്ട് വാക്കിനെന്ന് എനിക്കറിയാം. പക്ഷേ ഗോവിന്ദ് അതിന് മറുപടി ഒന്നും പറയാതെ വീണ്ടും ഒരു പെഗ് കൂടെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ്, നിൻ്റെ മനസ്സിൽ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഗോവിന്ദ് വീണ്ടും വീണ്ടും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഗീതുവും രഞ്ജുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഗീതുവിൻ്റെ പരിഭവങ്ങൾ ആസ്വദിച്ച് മദ്യം ഒഴിവാക്കിയ നീ പിന്നെ എന്തിനാണ് ഇപ്പം മദ്യപിക്കുന്നത്? അവളെ വേദനിപ്പിക്കാനാണോ? അപ്പം ഗോവിന്ദ് കുറച്ചൊരു സങ്കടത്തോടെ പറയാണ്, അവൾക്കങ്ങനെ വലിയ വേദനയൊന്നും തോന്നില്ല. എന്തായാലും ഗോവിന്ദിന് മാനസികമായിട്ട് തകർക്കുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മഹേഷിന് മനസ്സിലാവുകയാണ്. മഹേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ പ്രശ്നം? ഓഫീസിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ആ കിഷോർ വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ടോ? ഗീതുവിന് അവനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താ? അവനെ കാണിക്കാൻ വേണ്ടി നീയും ഗീതും കൂടിയുള്ള ഷോ ഇപ്പോഴും തുടരുന്നുണ്ടോ? അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കൺട്രോൾ പോവാണ്. നീ ഒന്ന് നിർത്ത്, ഇത്തിരി മനസ്സമാധാനം തേടി വന്നതാ ഞാൻ. അതിനിടയിലേക്ക് നീ എന്തിനാ വൃത്തികെട്ടവൻ്റെ കാര്യം എടുത്തിടുന്നത്? അപ്പം മഹേഷിന് മനസ്സിലാവും ഗോവിന്ദിന് എന്തോ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയാണ്, അത്തരം സില്ലിയായ കാര്യങ്ങൾ ആലോചിക്കാനും ഓർമ്മിക്കാനുള്ള സമയമില്ല എനിക്ക്, മനസ്സിലായോ? മഹേഷ് അതിനെന്തെങ്കിലും മറുപടി പറയും മുന്നേ ഗോവിന്ദിൻ്റെ ഫോൺ ബെല്ലടിയാണ്. ഗോവിന്ദ് എടുത്ത് നോക്കുന്ന സമയത്ത് രഞ്ജു ആണ്. ആ രഞ്ജു. ഗോവിന്ദേട്ടൻ ഇപ്പം എവിടെയാ? ഞാനിവിടെ എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. അപ്പം ഗോവിന്ദ് പറയും, ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെയാ. അപ്പോൾ രഞ്ജു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏതോ കമ്പനിയിലാണെന്ന് തോന്നുന്നല്ലോ. ഗോവിന്ദ് പറയാ, ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും രഞ്ജുവിൻ്റെ സംസാരം കേട്ടിട്ട് രേഖ ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്, എന്താ രഞ്ജു സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ബോധത്തോടെ കേൾക്കാൻ പറ്റിയ അവസ്ഥയിലാണോ? എന്താ മറുപടി ഇല്ലാത്തേ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, നീ പറഞ്ഞോ. എൻ്റെ ബയോഡാറ്റ ഗോവിന്ദേട്ടൻ അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ സമയം ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ എൻ്റെ അപ്പോയിൻമെൻറ്റ് റെഡിയാക്കാൻ ഗോവിന്ദേട്ടന് തന്നെ അത് അയക്കുന്നതാണ് നല്ലതെന്ന്. ആ നേരത്തെ ഒരു ദേഷ്യത്തിൻ്റെ മുകളിൽ ഗോവിന്ദും പറയുന്നുണ്ട്, എന്തിനാ രഞ്ജു വാശി കാണിക്കുന്നത്? നീ അത് ഗീതുവിന് കൊടുത്താൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ രഞ്ജു തിരിച്ചു പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ ബയോഡാറ്റ കൊടുക്കാൻ എൻ്റെ ഈഗോ അനുവദിക്കുന്നില്ല. അതിന് അവളങ്ങനെ പ്രതികാരദാഹിയൊന്നും അല്ല, പാവാ. അതിന് രഞ്ജു മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ അമ്മയോടുള്ള ദേഷ്യം എന്തിനാ ആ പാവത്തിനോട് തീർക്കുന്നത്? അപ്പോൾ രഞ്ജുവും കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതല്ലല്ലോ ഇപ്പോഴത്തെ ടോപ്പിക്. ഞാൻ എൻ്റെ ബയോഡാറ്റ ഗോവിന്ദേട്ടൻ അയക്കും. പക്ഷേ ഫോർമാലിറ്റിയുടെ പേര് പറഞ്ഞ് അത് ഗോവിന്ദേട്ടൻ ഒരിക്കലും ഗീതുവിന് കൈമാറരുത്. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട്, എന്താ ഇവരെ ചെയ്യാന്ന്. അപ്പോഴും രഞ്ജു പറയാം, എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവൾ തന്നാ അതെൻ്റെ തോൽവിയാ, പ്ലീസ് എന്നെ തോൽപ്പിക്കരുത്. അവസാനം ഗോവിന്ദ് പറയും, ഓക്കെ എങ്കിൽ പിന്നെ എനിക്ക് അയച്ചോ, ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. അപ്പോൾ രഞ്ജു സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യാണ്. ഇതൊക്കെ പിന്നിൽ നിന്ന് രേഖ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊരർത്ഥത്തിൽ രേഖ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നേരെ ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് വാതിലിന് തട്ടുകയാണ്. അപ്പോൾ ഗീതു ഇത്രയും അർജൻറ്റായിട്ട് ആരാന്നുള്ള അർത്ഥത്തിൽ വാതിൽ തുറക്കുന്ന സമയത്ത് രേഖയാണ്. അപ്പോൾ വാതിൽ തുറന്നപ്പോൾ തന്നെ രേഖ പറയുന്നുണ്ട്, രഞ്ജു നിനക്ക് ശരിക്കൊരു പാരയായിട്ട് മാറും. അവൾ AGMലേക്ക് ജോലിക്ക് കയറുന്നത് തന്നെ നിന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാനാ. അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് ഞാനവളെ ജോലിക്ക് എടുത്തിട്ടില്ലല്ലോ. ഞാനറിയാതെ അവിടെ ഒരു നിയമനവും നടക്കില്ല. രേഖേച്ചി അല്ലെങ്കിൽ ചെയർമാൻ നേരിട്ട് ശുപാർശ ചെയ്യണം. അപ്പോൾ രേഖയും കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചെയർമാൻ്റെ അടുത്ത ആളാണല്ലോ രഞ്ജു, അവൾ പറയുന്നതെല്ലാം ഇപ്പോൾ ഗോവിന്ദേട്ടൻ കേൾക്കൂ. പിന്നെ അവൾക്ക് ജോയിൻ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവളുടെ അടുപ്പക്കാരനായ ചെയർമാൻ തന്നെയാണ് പറഞ്ഞത്, ആദ്യം രഞ്ജുവിൻ്റെ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും എനിക്ക് അയച്ചു തരണം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അത് ചെയർമാൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പോൾ രേഖ പറയും, ആ ഫോർമാലിറ്റീസ് ഒന്നും രഞ്ജുവിൻ്റെ കാര്യത്തിലുണ്ടാവില്ല. അപ്പോൾ ഗീതു ഇങ്ങനെ അതിശയത്തോടെ രേഖയെ നോക്കുകയാണ്, എന്താ ഇവർക്ക് പറയുന്നതെന്ന അർത്ഥത്തിൽ. അപ്പോൾ രേഖ പറയുന്നുണ്ട്, അവളിപ്പോൾ ഗോവിന്ദേട്ടനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഗോവിന്ദേട്ടനെ നേരിട്ട് അവളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കാൻ അവരുടെ തീരുമാനം. അത് ഗീതുവിന് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്, അങ്ങനെ ഒരു തീരുമാനം ഇടയിൽ വന്നത്.
അപ്പോൾ രേഖ പറയുന്നുണ്ട്, അവൾ ഒരിക്കലും നിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കില്ല ഗീതു. അതിനവളുടെ ഈഗോ അവളെ അനുവദിക്കില്ല. അവൾ നേരിട്ട് ഗോവിന്ദേട്ടൻ വഴി AGM-ൽ എത്താനുള്ള കളിയാ. ഇപ്പോഴാണ് നീ നിൻ്റെ അധികാരവും അവകാശവും ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും രഞ്ജു AGM-ൽ ജോയിൻ ചെയ്യരുത്. ഗീതു ആകെ മൊത്തം കൺഫ്യൂഷനിലാവാണ്. അവൾ പറയുന്നുണ്ട്, അവളെ AGM-ൽ എടുക്കുന്നതോ എടുക്കാതിരിക്കുന്നതോ അല്ല ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. കണ്ണേട്ടൻ അവൾ പറയുന്നത് അനുസരിക്കണമെങ്കിൽ രഞ്ജു ആരായിരിക്കും? അതാ എനിക്കറിയേണ്ടത്. അതിനു വേണ്ടിയാ അവളുടെ ബയോഡാറ്റ എനിക്ക് അയക്കണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അതിനവളുടെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അതല്ലേ അവൾ ഗോവിന്ദേട്ടന് അയച്ചു കൊടുത്തത്. ഫോണിലേക്കായിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് എങ്ങനെ നീ അത് എടുക്കും? അപ്പോൾ ഗീതു ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയും, ഗോവിന്ദേട്ടൻ്റെ ഫോണിലേക്കാണ് അവൾ ബയോഡാറ്റ അയച്ചു കൊടുത്തതെങ്കിൽ അതിൽ നിന്നും കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമാണ്. അതിൽ നിന്ന് എടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അഡ്രസ്സ് കിട്ടിയാൽ നാളെ തന്നെ അവളുടെ വീട്ടിൽ പോയി അച്ഛനെയോ അമ്മയോ ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരെയെങ്കിലും ഞാൻ കാണും. ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന രഞ്ജുവിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ ആവശ്യപ്പെടും. അല്ലെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് തുരത്തും. അപ്പം രേഖ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, രഞ്ജുവും ഗോവിന്ദേട്ടനും തമ്മിൽ സംസാരിച്ചപ്പോൾ ഗോവിന്ദേട്ടൻ ആരോടൊപ്പമോ മദ്യ കമ്പനിയിലാണെന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത്. ബാറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ചു നേരം ആലോചിച്ചിട്ട് ഗീതവും പറയുന്നുണ്ട്, ഇന്ന് ഗോവിന്ദേട്ടൻ വരുന്നത് മദ്യലഹരിയിലാണെങ്കിൽ ഈസി ആയിട്ട് ആ ഫോണിൽ നിന്നും രഞ്ജുവിൻ്റെ ബയോഡാറ്റ ഞാൻ എടുത്തിരിക്കും. അപ്പോഴേക്കും ഗീതുവിൻ്റെ ഫോൺ ബെല്ലടിയാണ്. നോക്കുന്ന സമയത്ത് വിജയലക്ഷ്മി അമ്മ എന്ന് കാണും. സന്തോഷത്തോടു കൂടി തന്നെയാണ് ഗീതു ഫോൺ എടുക്കുന്നത്. ഹലോ. അത് കാണുന്ന സമയത്ത് രേഖ മുറിക്ക് പുറത്തേക്ക് പോവുകയാണ് ചിരിച്ചുകൊണ്ട്. അപ്പം വിജയലക്ഷ്മി കുറച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ എന്നെ വിളിക്കാറേ ഇല്ലല്ലോ. പെട്ടെന്ന് ഗീതു അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ വിജയലക്ഷ്മി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, നേരത്തെ എല്ലാ ദിവസവും വിളിക്കുന്നതായിരുന്നു. എന്താ, എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? അപ്പോൾ ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിളിക്കാനും തോന്നിയില്ല. അപ്പം വിജയലക്ഷ്മിയും കുറച്ചൊരു പേടിയോടെ ചോദിക്കൂ, അയ്യോ എന്താ പുതിയ പ്രശ്നങ്ങൾ? അത് പെട്ടെന്ന് ഗീതു ആലോചിക്കുകയാണ്, രഞ്ജുവായിട്ട് അമ്മയ്ക്ക് എന്തോ റിലേഷനുണ്ട്, അതുകൊണ്ട് അവളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട. അപ്പം വിജയലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവിടെ പ്രശ്നം? ഗോവിന്ദിൻ്റെ ഫ്രണ്ടുമായിട്ടാണോ? അവൾ ആരാണെന്നുള്ളത് നീ കണ്ടുപിടിച്ചോ? അപ്പോൾ ഗീതു തീരുമാനിക്കുകയാണ് കണ്ണിങ്ങലുള്ള മറുപടി തന്നെ കൊടുക്കണമെന്ന്. ഗീതു പറയാണ്, ഞാനതൊക്കെ അവസാനിപ്പിച്ചു, ഇനി ഒന്നിനുമില്ല. അപ്പം വിജയലക്ഷ്മി നെടുവീർപ്പിടുകയാണ്. അപ്പോഴും ഗീതു പറയുന്നുണ്ട്, IAS കോച്ചിങ്ങിനുള്ള ബുക്സ് വാങ്ങിച്ചു, ഇനി ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുക. അപ്പം ചിരിച്ചുകൊണ്ട് വിജയലക്ഷ്മി പറയാണ്, ഈ പറഞ്ഞില്ലേ ആ തീരുമാനം നന്നായി. അപ്പോൾ ഗീതു അവരുടെ വാക്കുകൾ കേട്ടിരിക്കുകയാണ്. ഗോവിന്ദിനെ കൂടെ നിർത്തി നീ നിൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കണം. ഒപ്പം AGM-ൻ്റെ കാര്യങ്ങളിലും നിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാവണം. പക്ഷെ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ഗീതു പറയുന്നുണ്ട്, ഒരു ദേശാടനത്തിടയിൽ ഞാൻ വിശ്രമിച്ച ഒരു ചില്ല മാത്രമാണ് AGM. ഇവിടെ നിന്ന് എനിക്ക് പറന്നു പോയേ പറ്റൂ. അപ്പം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് കണ്ണേട്ടനെക്കുറിച്ചുള്ള കരുതൽ അത്രയേ ഉള്ളൂ? പക്ഷെ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലാണ് ഗീതു തിരിച്ച് മറുപടി കൊടുക്കുന്നത്. മറ്റൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ട, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തല്ലേ. അപ്പം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെ നാളെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? പക്ഷെ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെയാണ് ഗീതു പറയുന്നത്, ഞാൻ നാളെ രാവിലെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോവും. ആണോ? അങ്ങനെയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇനി എന്ത് പറഞ്ഞിട്ടാണ് മുടക്കുക എന്നാലോചിച്ചിട്ട് ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാം, പക്ഷേ ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി ഫോൺ നോക്കുന്ന സമയത്ത് ഗീതു കോള് കട്ട് ചെയ്തിട്ടാണുള്ളത്. വിജയലക്ഷ്മി വിചാരിക്കുകയാണ്, ഗീതുവിന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഗീതുവും വിചാരിക്കുകയാണ്, എന്നെ ടെൻഷൻ അടിപ്പിച്ചിട്ട് ബാക്കി എല്ലാവരും സമാധാനത്തിലിരിക്കേണ്ട, ബാക്കി എല്ലാവരും കുറച്ച് എന്നെ പോലെ തന്നെ ടെൻഷൻ അടിക്കുക. രഞ്ജു ആരാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇനി അമ്മയുടെ മുമ്പിലെത്തൂ. മദ്യപിച്ച് കഴിഞ്ഞ് മഹേഷും ഗോവിന്ദും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം മഹേഷ് പറയുന്നുണ്ട്, ഞാൻ റെസ്റ്റോറൻറ്റിലേക്കാ, നീ വരുന്നുണ്ടോ? ഇല്ല, നീ ചെല്ല്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, നിനക്ക് സംസാരിക്കാൻ പറ്റാവുന്നിടത്തോളം കാര്യങ്ങൾ നീ ഇന്ന് ഗീതുവിനോട് പറയും. പിന്നെ നീ ഫിറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയും, 4 പെഗടിച്ചാൽ ഞാൻ ഫിറ്റാവോ? എന്നാൽ ചെല്ല്. എന്നിട്ട് മഹേഷ് റെസ്റ്റോറൻറ്റിലേക്കും പോവാണ്. ഗോവിന്ദ് തിരിച്ച് കാറിനരികിലേക്ക് പോവാണ്. പെട്ടെന്നാണ് പിന്നീന്നൊരു വിളി, സാറേ. ഗോവിന്ദ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കിഷോറാണ് മദ്യപിച്ച് പൂസായി ഇരിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കിഷോർ ഗോവിന്ദിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഓഫീസിലെ CCTV ഓഫ് ചെയ്തത് എന്തിനാണെന്ന് മാഡത്തിനോട് പോയി സാറ് ചോദിച്ചു അല്ലേ? അതിലെനിക്ക് സാറിനോട് തീരാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അതിന് നീ എന്തിനാണ് നന്ദി പറയുന്നത്? അല്ല, ഇനി മാഡം ക്യാബിനിൽ വെച്ച് എന്നെ ശല്യപ്പെടുത്തില്ലല്ലോ, അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ ദേഷ്യം കയറുകയാണ്. കിഷോറിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഗീതു നിന്നെ എങ്ങനെയാണ് ശല്യപ്പെടുത്തിയത്? അപ്പം ബോധമില്ലാത്ത രീതിയിലാണ് കിഷോർ തിരിച്ച് മറുപടി പറയുന്നത്,
സാർ എന്നെ തല്ലിക്കൊന്നോ? പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഒന്നും പറയാതെ ഗോവിന്ദ് അവനെ പിടിവിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും കിഷോർ കൈ കടന്ന് പിടിക്കുകയാണ്. സാറൊന്ന് നിന്നേ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും മാഡം എന്നെ വെറുതെ വിടുന്നില്ല. രണ്ടുപേരും വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയല്ലേ. പക്ഷേ മാഡം പഴയതൊന്നും മറന്നിട്ടില്ല. ഗോവിന്ദിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നടക്കുകയാണ് സംശയത്തിൻ്റെ. ഞാനും ഒത്തുള്ള പഴയ ജീവിതത്തിൻ്റെ സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ് മാഡം. അതെന്നോട് പലവട്ടം പറഞ്ഞു. വീണ്ടും ഗോവിന്ദിൻ്റെ കൺട്രോൾ പോയിട്ട് ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് പറയാണ്, വയറ് നിറച്ചും കള്ളും മോന്തി പച്ച കള്ളം പറഞ്ഞാ നിന്നെ കൊന്ന് കുഴികുത്തി കുഴിച്ച് മൂടുകടാ ഞാൻ. അപ്പോൾ കിഷോർ വീണ്ടും പറയാണ്, ഞാൻ പറയുന്നത് കള്ളമല്ല സാറേ. അവനെന്തും ചെയ്തിട്ട് കാര്യമില്ലാതെ മനസ്സിലായിട്ട് ഗോവിന്ദ് പിടിച്ച് തള്ളുകയാണ്. അപ്പോൾ കിഷോർ വീണ്ടും പറയും, തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ. പക്ഷേ എനിക്ക് പിറകാൻ പോകുന്ന കുഞ്ഞാണ് സത്യം, ഞാൻ കള്ളം പറയുന്നതല്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദിൻ്റെ ഉള്ളിൽ കയറി പിടിച്ച് കൊളുത്തി എന്നുള്ളത് കിഷോർ മനസ്സിലാവുകയാണ്. അപ്പോൾ കിഷോർ ഇങ്ങനെ ഗോവിന്ദിനെ തന്നെ കള്ളക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് തല കുലുക്കുകയാണ്. ഈ വലയിൽ വീണിരിക്കുന്നു എന്നർത്ഥത്തിൽ. അപ്പോൾ ഗോവിന്ദ് തല പൊന്തിച്ചപ്പോഴേക്കും വീണ്ടും കള്ളു കുടിച്ച് പൂസായ അവസ്ഥയിൽ തന്നെ ആവുകയാണ്. അവസാന താണിയും കൂടെ ഗോവിന്ദിന് നേരെ അടിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല എന്ന് കൂടെ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ് ശരിക്കും ഷോക്കായി പോവാണ്. അത് ശരിയാണോ സാറേ? ഗോവിന്ദ് ശരിക്കും അത്ര ഒരു ആണത്തില്ലാത്തൊരവസ്ഥയിലായിട്ട് നിൽക്കേണ്ട ഗതികേട്ടിലായിപ്പോയി. അപ്പം വീണ്ടും കിഷോർ കൈകൂപ്പിക്കൊണ്ട് പറയാണ്, എൻ്റെ 3 വർഷത്തെ ബോണ്ടൊന്ന് അവസാനിപ്പിച്ച് തരണം സാറേ. ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് മാഡത്തിൻ്റെ കണ്ണെത്താത്ത ദൂരത്ത് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അപ്പോൾ ഗോവിന്ദ് തിരിഞ്ഞ് കിഷോറിനെ വീണ്ടും നോക്കുകയാണ്. അപ്പോൾ കിഷോർ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, സാറിൻ്റെ കുടുംബ ഭദ്രതയ്ക്ക് അതാണ് സാറേ നല്ലത്. ഗോവിന്ദ് വീണ്ടും ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ഒരൊറ്റ തള്ളു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും മദ്യപിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്ന സമയത്ത് കിഷോർ വീണ്ടും വിളിക്കും, സാർ. ഗോവിന്ദ് പോയതിന് ശേഷം കിഷോർ കൗശല ചിരിയോടെ, അതായത് അത്ര നേരം കള്ളു കുടിച്ചതായിട്ട് അഭിനയിച്ചതാണ്. എന്നിട്ട് സ്വയം വിചാരിക്കുകയാണ്, മഹാനായ AGM എന്ന വൻമരം വീണു. ഞാൻ മദ്യപിച്ച് ലക്ക് കെട്ട് ഉള്ളിലുള്ളത് വിളിച്ചു പറഞ്ഞു എന്നാവും ധാരണ. അപ്പോൾ കിഷോർ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് മീശ വിരിച്ചുകൊണ്ട് പറയാണ്, ഡിയാഗോ ട്രാൻസഗൈ. ഗോവിന്ദ് വീണ്ടും അകത്ത് ചെന്ന് മദ്യപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആ CCTV വിഷ്വൽസാണ്. കിഷോർ പുറത്തേക്ക് ഇറങ്ങുന്നതും ചുണ്ടുകൾ തുടക്കുന്നതും മുടി ലെവലാക്കുന്നതും, അതായത് അവർ തമ്മിൽ അകത്ത് വെച്ച് കിസ് ചെയ്തിട്ട് വന്നതാന്നുള്ള ആ ഒരു ഇതാണ് മൈൻഡിൽ വരുന്നത്. അപ്പം ഓർക്കും തോറും ഗോവിന്ദിന് പ്രാന്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മദ്യപിച്ച് സമനില തെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഭദ്രൻ ഇരുന്ന് കുടിക്കുകയാണ്. ഒപ്പം തന്നെ കൂട്ടായിട്ട് അപ്പോഴേക്കും കിഷോർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കിഷോർ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ, ഗീതുവായിട്ട് സംസാരിച്ച ആ ഒരു കാര്യങ്ങൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഗീതു ഷൗട്ട് ചെയ്യുന്നതും അത്രയും മോശമായിട്ട് സംസാരിച്ചതും ഒക്കെ അതിലിങ്ങനെ കേൾക്കുമ്പോൾ കിഷോർ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നാലെ വന്നിട്ട് അയാൾ ഭദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ പൊട്ടാ, എൻ്റെ മോള് മൊത്തം നിന്നെ ഈ ചീത്ത വിളിക്കുന്നതല്ല ഇതിനകത്തുള്ളത്, ഇതുകൊണ്ട് നീ എങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിൽ സംശയം ഉണ്ടാക്കുക? അപ്പോൾ കൗശലത്തോടു കൂടിയും പ്രതികാരത്തോടു കൂടിയും കിഷോർ തിരിഞ്ഞ് ഭദ്രനെ നോക്കി പറയാണ്, ഇതിലെ ചില ഡയലോഗ്സ് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തങ്ങ് മാറ്റും. അത് കഴിഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ഇതൊരു ബോംബായിരിക്കും. എന്നിട്ട് കിഷോർ ആ റെക്കോർഡ് ചെയ്ത വോയിസ് എഡിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇനി ഇതൊന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഭദ്രൻ്റെ നേരെ നീട്ടുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ വെച്ചാ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എൻ്റെ മുഖം വല്ലാതായത് കണ്ട് എന്തു പറ്റിയെന്ന് അവർണിക എന്നോട് ചോദിച്ചു. എൻ്റെ കുഞ്ഞിനെ നീയോ ആഗ്രഹിച്ചതെന്നായി പറയാൻ വയ്യായിരുന്നോ? ആ റെക്കോർഡിൽ കിഷോർ തിരിച്ചു പറയുന്നതാണ്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയാണ്, ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെയും കൊന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ കിഷോർ തിരിച്ചു പറയാണ്, എന്നെ അവർണികയിൽ നിന്നും രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഗീതു. ബാക്കി അവർ സംസാരിച്ച ഭാഗങ്ങളും ഗീതു ചീത്ത പറഞ്ഞതും ഷൗട്ട് ചെയ്തതും ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കിഷോർ. ആ വോയിസ് കേട്ട ശേഷം ഭദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ കിഷോർ ചോദിക്കുക, ഇതിപ്പോൾ ബോംബായില്ലേ? നീ ഒരു കിടുക്കാച്ചി ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ ആണടാ, സമ്മതിച്ചടാ. അപ്പോൾ കിഷോറും പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് കിഷോർ ഇൻ്റലിജൻസ്, ഇത് മതി 2 ബന്ധങ്ങൾ തകരാൻ. അപ്പം ഭദ്രൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ നിൻ്റെ ഭാര്യയുടെ അടുത്ത് എത്തിക്കും? ബോംബ് ഉണ്ടാക്കിയാൽ പോരല്ലോ, അത് പൊട്ടിക്കണ്ടേ? അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, അത് പൊട്ടിക്കാനുള്ള പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കൗശലക്കാരൻ്റെ മുഖഭാവത്തോടു കൂടി കിഷോർ നിൽക്കുകയാണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നാലെ തന്നെ ഭദ്രനും ഉണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.